ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഒന്നും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യണത്. അത് എനിക്ക് തോന്നി ആപ്റ്റായിട്ടും എൻ്റെ ചാനലിലൂടെ പറയേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണ ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടാലും. ഇന്നലെ നമ്മൾ ന്യൂസിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ കേട്ട് കാണും. അതായത് തുമ്പപ്പൂ തോരൻ വെച്ച് കഴിച്ചുകൊണ്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ മെയ്യിൽ നമ്മൾ ഒരു സൂര്യ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുട്ടിയും ഇതുപോലെ നമ്മളുടെ ഒരു പൂവ്, അതായത് അരളിപ്പൂവ് ഒന്ന് ചവച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വലിയ വിഷയമായതാണ്. നമ്മളതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചാനലിൽ ആപ്റ്റായിട്ടുള്ള വിഷയം ഇതെന്ന്. കാരണം നമ്മൾ കുക്കിംഗ് ആണ് മെയിനായിട്ടും നമ്മുടെ ചാനലിലൂടെ എക്സ്പ്ലോർ ചെയ്യണത്. അതിൽ പലപ്പോഴും ഞാൻ ഇതുപോലെ പറമ്പിലുള്ള പല ചെടികളുടെയും തോരനോ മറ്റ് ചായയോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വീഡിയോസ് ചെയ്യാറുള്ളതാണ്. പൂവിൻ്റെ ഒക്കെ കാണിക്കുക. ചെടികളും എന്നെ സംബന്ധിച്ച് എൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എനിക്ക് ആപ്റ്റാണ്, എൻ്റെ ചാനലിൽ ആപ്റ്റാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോഴേ ആദ്യം തന്നെ മരണപ്പെട്ട എൻ്റെ സഹോദരിമാർക്ക് ഒരു പിടി കണ്ണീർ പൂക്കൾ അർപ്പിക്കട്ടെ. ഞാനേ പ്രകൃതിയുടെ വലിയൊരു ആരാധികയാണ് കേട്ടാ. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. ആരാധികമാരും ആരാധകന്മാരും ഒക്കെയാണെന്ന് എനിക്കറിയാം. എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളതേ, നമുക്ക് ചുറ്റും നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്രയും ക്രിയേച്ചേഴ്സ് നമ്മുടെ സഹജീവികളായിട്ട് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര അതിശയമാണ് കേട്ടാ എനിക്ക്. അപ്പം അതുപോലെ തന്നെ ഈ ഒഴുകണ പുഴയും അരുവിയും കാടും പുല്ലും പുഷ്പവും മരങ്ങളും ചെടികളും എന്ന് വേണ്ട കാറ്റ്, മഴ, വെയിൽ, ഇരുട്ട്, വെളിച്ചം, ആകാശം, ഭൂമി, എന്താ ഇനി പറയാനുള്ളത്? നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റില്ല അല്ലേ? വളരെ അതിശയം തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു നിയമമുണ്ടെന്ന്. പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രകൃതി ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ശരീരം കൊണ്ടും ഓരോ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോരുത്തർക്കും അവനവൻ്റെ ഐഡൻറ്റിറ്റിയും കൂടെ കൽപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് ഇവരൊക്കെ ഇറക്കിയിട്ടുള്ളതും എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ട് അവരവരുടെ ഡ്യൂട്ടീസ്. പർപ്പസ്ഫുള്ളി ഇന്നത് നീ ചെയ്യ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രകൃതി ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റിലുള്ള പലതിലും നമ്മൾ താലോലിച്ച് കൊണ്ട് നടക്കണ, പോസിറ്റിവിറ്റി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗി കണ്ടുകൊണ്ട് താലോലിച്ച് നടക്കണ നമ്മുടെ ഗാർഡനിൽ എത്രയോ ചെടികൾ വിഷമുള്ളതാണ്. ഉഗ്ര വിഷമുള്ള ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട്. സൈനഡിനെ പോലും തോൽപ്പിക്കാവുന്ന അത്രയും വിഷമുള്ള ചെടികളുണ്ട്. അപ്പോഴേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അത് പാടെ ഉപേക്ഷിക്കാൻ പാടില്ല, അത് വർജ്യമാണെന്ന് പറയാൻ പാടില്ല. എല്ലാവർക്കും ഭൂമിയിൽ വസിക്കാനുള്ള അവകാശം ഉണ്ടെന്നേ. എല്ലാവരും വസിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കൊച്ചുമക്കളെ കെയർ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. നമ്മളും ആ സംരക്ഷണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതിനൊക്കെ ഒരു അപ്ഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൊച്ചുമക്കൾക്ക് സ്കൂൾ ലെവലിലാണെങ്കിലും ചെടികളെക്കുറിച്ചും അതിനത് ആപത്താണ് എന്നുള്ള ഒരു ബോധവൽക്കരണം കുഞ്ഞുങ്ങൾക്കും നമുക്കും വേണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ അരളിപ്പൂവിനെ പാടെ ഉപേക്ഷിച്ചു, തുമ്പപ്പൂവിനെ പാടെ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് കാര്യമല്ലോ. ഉപേക്ഷിക്കാവുന്ന എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി ഉണ്ടോ? അതുപോലെ ഉപേക്ഷിച്ച പലതിൻ്റെയും അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഈ കണ്ട ഉരുൾപൊട്ടലുകളും മറ്റും ഉണ്ടാവണത്. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ഉപേക്ഷിക്കേണ്ട, എല്ലാറ്റിനും ഇടം വേണമെന്നേ. ആ ഒരു ഇടം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല കേട്ടോ. മരണകാരണം വിഷമാണോ അല്ലയോ എന്നൊക്കെ വിദഗ്ധർ പറയട്ടെ. എന്തായാലും പോയ്സണസ് ആയിട്ടുള്ളതും നമ്മുടെ മരണകാരണവുമായിട്ടുള്ള വിഷം നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ തുമ്പപ്പൂവ്, തുമ്പിപ്പൂവ് എന്നൊക്കെ, തുമ്പപ്പൂവ്, തുമ്പി, തുമ്പി എന്നൊക്കെ കേൾക്കുമ്പോൾ ചില പദങ്ങൾക്ക് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ തരാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ വർണ്ണിക്കാനൊന്നും എനിക്ക് അറിയില്ല, അത്രയും ഒരു അറിവുമില്ല. അപ്പോൾ ഇതിൻ്റെ വിദഗ്ധ വശങ്ങൾ
ശാസ്ത്രീയ വശങ്ങൾ വേണ്ടപ്പെട്ടവർ പറയട്ടെ, ആധികാരികമായിട്ട് ഉള്ളവർ പറയട്ടെ. എനിക്കിത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇടം കൊടുക്കുക, നമുക്ക് ആരും വർജിക്കേണ്ട. ഇപ്പം എൻ്റെ ഇവിടെ പറമ്പിലും തൊടിയിലൊക്കെ നിറച്ച് ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ അതിൽ വിഷമുള്ളതുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, ഒരുപാട്. അതിൻ്റെ ഇടയിൽ ആ തുമ്പപ്പൂവ്, ആ കുഞ്ഞു വെള്ളപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ എന്തൊരു ചന്താന്നറിയോ. ഞാനൊക്കെ ഇവിടെ മസാല ചായയിൽ കഞ്ഞിത്തുമ്പ, അതായത് പൂ വിരിയാത്ത തുമ്പയൊക്കെ ഇട്ടിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കും പേടിയായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് എന്നെ പോലുള്ളവരൊക്കെ തോരനൊക്കെ എന്ന് പറഞ്ഞിട്ട് പുല്ലും പുഷ്പമൊക്കെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. അപ്പം നമുക്ക് ശരിയല്ല എന്ന് തോന്നാവുന്നത് നിങ്ങൾ വർജിക്കുക. അതായത് അങ്ങനത്തെ ഭക്ഷണങ്ങൾ വർജിക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ആ ചെടിയെ പാടെ വർജിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്കുള്ള ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹാർട്ട് പേഷ്യൻ്റ് ആണോ, നമ്മൾ കിഡ്നി പേഷ്യൻ്റ് ആണോ, മറ്റ് ഡയബറ്റിക്സ് ഉള്ളവരാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞതാണ് ഇതുപോലെയുള്ള ചില ഭക്ഷണങ്ങൾ നമുക്ക് യോജിക്കില്ലെന്നും അത് ഹൃദയം പോലും നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് മരണത്തെ പുൽകാനുള്ള ഇടവരുത്തും എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കണ നമുക്ക് ആ മെഡിസിൻസിൻ്റെ കണ്ടൻറ്റും ചില ഭക്ഷണങ്ങളുടെ കണ്ടൻറ്റും തമ്മിൽ യോജിക്കാതെ വരുമ്പോഴും അത് പോയ്സണസ് ആവാനായിട്ട്, ടോക്സിക് ആവാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറ്റാർ വാഴ, അതൊക്കെ പോയ്സണസ് ആയിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ അധികമായാൽ അമൃതും വിഷം എന്നുള്ള ഒരു പഴഞ്ചൻ ചൊല്ലും കൂടെ ഈ വേളയിൽ നമ്മൾ ഓർക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ അറിവുകൾ എനിക്ക് കമൻ്റായിട്ട് ഇടണം. ഞാൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ.